ആവിഷ്കാര സ്വാതന്ത്ര്യം, സഹിഷ്ണുത, ഭരണഘടനാ മൂല്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മലയാളികൾക്ക് വളരെ പരിചിതമായുള്ള പദങ്ങളാണ്. പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരം പ്രയോഗങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും, വലിയ ചർച്ചകളൊക്കെ മാധ്യമങ്ങൾ സംഘടിപ്പിക്കും. അതുകൂടാതെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മത പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം ഈ രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നൊരു ടൂളായിട്ട് ഇപ്പോൾ മാറി. ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇത്തരം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഇരട്ടത്താപ്പ് പ്രകടമാക്കുന്ന പ്രതിഷേധങ്ങളാണ് DYFI ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദ കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന സിനിമ, ആ സിനിമയെക്കുറിച്ച് ഒരുപാട് റിസർവേഷൻസ് മലയാളികൾക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് ഹർജി ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഒടുവിൽ സിനിമയ്ക്ക് ക്ലിയറൻസ് നൽകി സിനിമ പ്രദർശിപ്പിക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവിട്ടു. അതുകൂടാതെ സെൻസർ ബോർഡിൻ്റെ ക്ലിയറൻസും കഴിഞ്ഞതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് ഭരണഘടന പ്രകാരം ഭരണഘടന നൽകുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷനൊക്കെ പ്രകാരം ആ സിനിമ കേരളത്തിൽ എവിടെയും പ്രദർശിപ്പിക്കാനുള്ള അംഗീകാരം ലഭിച്ചതാണ്, അല്ലെങ്കിൽ അതിന് അനുമതി ലഭിച്ചതാണ്. പിന്നെ എന്തിനാണ് ആ സിനിമയ്ക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? പ്രതിഷേധം ജനാധിപത്യ രീതിയിൽ ആർക്കും ആവും. പക്ഷേ ആ സിനിമ കാണാനെത്തുന്ന ആളുകളെ ഇറക്കി വിടുന്നു, സിനിമയുടെ പോസ്റ്ററുകൾ കീറിക്കളയുന്നു, അതുകൂടാതെ ബാനറുകൾ വലിച്ച് എറിയുന്നു. ഇത് എന്താണ്? അക്രമമല്ലേ? ഇത് ഹിംസയല്ലേ? അപ്പോൾ ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലേ എന്നതാണ് ചോദ്യം. ഒരു സിനിമയാണ്, ആ സിനിമയിൽ ഇനി എന്തെങ്കിലും ഒരു കണ്ടന്റിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് സംസാരിക്കുക, അത് ശരിയല്ലെന്ന് പറയാം. സ്വാഭാവികമായിട്ടും അത് കാണേണ്ടവർ മാത്രമേ കാണുള്ളൂ. പ്രത്യേകിച്ച് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്നുള്ള സിനിമ, ഇതിൻ്റെ 2ാം പാർട്ട് കേരളത്തെ ഉദ്ദേശിച്ചല്ല എന്ന് അവരുടെ നിർമ്മാതാക്കൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഗോസ് ബിയോണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ് അതിൽ ഡെപിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചില ആളുകൾ അത് കേരളത്തിനെതിരെയാണെന്ന് പറഞ്ഞ് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ DYFIയെ സംബന്ധിച്ച് DYFIക്ക് ആകെ വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം CPM എന്തായാലും വലിയൊരു തകർച്ചയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നതെന്നുള്ള അവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ആളുകളെ ധ്രുവീകരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇതിന് മുന്നിലുള്ളത്. ഈ DYFIയും CPMഉം അതുകൂടാതെ മറ്റിടത് പ്രസ്ഥാനങ്ങളൊക്കെ അസഹിഷ്ണുതയുടെ കാര്യത്തിൽ മുമ്പിലാണെന്നുള്ളത് നമുക്കറിയാം. അവർക്ക് എവിടെ ശക്തിയുണ്ടോ അവരുടെ യഥാർത്ഥ മുഖം കാണിക്കും, അസഹിഷ്ണുത പ്രകടമാക്കും, മറ്റുള്ള ആശയങ്ങൾ അവരില്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് മുമ്പിലുണ്ട്. ഇപ്പോൾ TP 51 എന്നുള്ള സിനിമ നേരിട്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമുക്കറിയാം. അതുകൂടാതെ ലെഫ്റ്റ് എന്നുള്ള സിനിമ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അപ്പം DYFIയെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചും CPI ആയാലും CPM ആയാലും ഇവരെല്ലാം ഈ രീതിയിൽ അസഹിഷ്ണുതാവാദം ഉയർത്തുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് സൗകര്യപൂർവ്വം ഉപയോഗിക്കാനുള്ള പദങ്ങളാണ് ഇവിടുത്തെ ഈ പറയുന്ന ഭരണഘടനാ മൂല്യങ്ങൾ, സഹിഷ്ണുത, അതുകൂടാതെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്നതെല്ലാം അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് നടക്കുന്നത് ഈ നാട് ഏത് രീതിയിലാണ്? എപ്പോഴും മലയാളി സൂപ്പറാണ്, മലയാളി സംഭവമാണ്, കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മറ്റ് സംസ്ഥാനക്കാർക്ക് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ സംസ്ഥാനക്കാരെ സംബന്ധിച്ചും അവരുടെ നാട് വളരെ മഹത്തരമായിരിക്കും, അവർ മികച്ചതാണെന്ന് പറയും. അത് സ്വാഭാവികമായിട്ടും അത് നമുക്ക് അംഗീകരിക്കേണ്ട കാര്യം തന്നെ. നമ്മൾ മലയാളികൾ എന്നുള്ള രീതിയിൽ മലയാളികളുടെ നേട്ടങ്ങളിലും ഈ സംസ്ഥാനത്തിൻ്റെ ഒരു പുരോഗതിയിലൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുന്നവരാണ്. പക്ഷേ അതിനർത്ഥം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. ഈ സിനിമ കാണേണ്ടവർ കാണും, ഇപ്പോൾ കാണാത്തവർ കാണേണ്ട, അത്രയല്ലേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു വിശാലമായുള്ള കൺസെപ്റ്റൊക്കെ അങ്ങനെയല്ലേ. മലയാളികൾ എന്ന് പറയുമ്പോൾ വളരെ സഹിഷ്ണുതയുള്ള ഒരു വിഭാഗക്കാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തിനാണ് ഇതിനെ വേവലാതിപ്പെടേണ്ട ആവശ്യം? ആ സിനിമയ്ക്ക് ഒരു തണുത്ത പ്രതികരണമാണ് കേരളത്തിൽ പൊതുവെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വെറുതെ ആ സിനിമ ഹിറ്റാക്കിയിട്ട് എന്താണ് കാര്യം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ ഓഡിയൻസിനെ ഉദ്ദേശിച്ചാണ് ആ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും കളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഹിറ്റാവുമോ ഹിറ്റാവില്ല എന്നുള്ളതൊക്കെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ, അത്രമാത്രമേ പറയാൻ പറ്റുള്ളൂ. പ്രേക്ഷകരുടെ ഒരു താല്പര്യം, അതുകൂടാതെ ആ സിനിമ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, നല്ല മേക്കിംഗ് ആണോ, അതൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. അല്ല അതൊരു സിനിമ വെറുതെ കുറേ പ്രമേയം മാത്രം പറഞ്ഞ് കുറേ ടൈറ്റിലും കൊടുത്തുകൊണ്ട് ആ സിനിമ ഓടണമെന്നില്ല. അപ്പോൾ അതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇപ്പോൾ DYFI, ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന സംഘടനകൾ നടത്തുന്നത് ശുദ്ധ ഫാസിസം തന്നെയാണ്. കാരണം കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരിക്കലും അനുഗുണമായുള്ള ഒരു രീതിയല്ല. ഒരു സിനിമയെ നിങ്ങൾക്ക് എതിർക്കുക, പ്രതിഷേധിക്കുക, നിയമപരമായിട്ട് അതിനെ നേരിടുക, എന്നിട്ട് ഇവിടുത്തെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രകാരം ആ സിനിമ കളിക്കാൻ അല്ലെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകിയാൽ പിന്നെ അതിൻ്റെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. പക്ഷെ അതില്ലാതെ സിനിമ കാണാൻ പോലും തയ്യാറാകാതെ മുൻവിധിയോടെ അതിനെതിരെ പ്രതിഷേധിക്കുക, പ്രായമായ 2
കാണാൻ വന്ന 2 വ്യക്തികളെ ഇറക്കി വിടുന്ന ഒരു ദൃശ്യം കോട്ടയത്തെ ഒരു തിയേറ്ററിൽ നിന്ന് കാണാൻ സാധിച്ചു. അനശ്വര എന്നുള്ളൊരു തിയേറ്ററാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എന്താണ്? ഇതൊക്കെയല്ലേ പ്യുവർ ഫാസിസം? ആരാണ് ഇവിടെ ഫാസിസം നടപ്പാക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത്തരം പേയ്ക്കൂത്തുകളൊക്കെ. ഈ ഒരു സാഹചര്യം തീർത്തും അപകടകരമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ച് അവർ അനുമതി നൽകിയ ഒരു സിനിമ, സെൻസർ ബോർഡിലെ ക്ലിയറൻസ് ലഭിച്ചൊരു സിനിമ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അതും എല്ലാ തിയേറ്ററുകളിലൊന്നും ആ സിനിമയില്ല, വിരളമായ ചില തിയേറ്ററുകളിലേ ഉള്ളൂ. അപ്പോൾ ആ തിയേറ്ററുകളിലേക്ക് ചെന്നിട്ട് പ്രതിഷേധിക്കുക, എന്നിട്ട് കാണാനെത്തിയവരെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഇതേ രീതിയിൽ തന്നെ ഓരോ ആളുകളും അവരുടെ താല്പര്യം അനുസരിച്ച് ഈ സിനിമ ഞങ്ങൾക്ക് പറ്റിയതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ അപമാനിക്കുന്നു, ഞങ്ങൾക്കത് കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ കാണണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഇതേപോലെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, എന്നിട്ട് കാണാൻ വന്ന ആളുകളെ ഇറക്കി വിടുന്നു. ഈ ഒരു സാഹചര്യം വളരെ മോശമായ ഒരു പ്രവണത തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് DYFI പോലെ വളരെ പുരോഗമന ആശയങ്ങളൊക്കെ ഉണ്ടെന്ന് മെയിനി പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടനയാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇതിനെ നിങ്ങൾക്ക് എതിർക്കുക, പ്രതിഷേധിക്കുക, അതെല്ലാം ചെയ്യുക, നിയമപരമായിട്ട് ഇതിനെ നേരിടുക, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു സിനിമയ്ക്ക് ക്ലിയറൻസ് ലഭിച്ച് ആ സിനിമ പ്രദർശനത്തിന് എത്തുമ്പോൾ പ്രദർശിപ്പിക്കാൻ പറ്റില്ല, ഞങ്ങൾ അതിനെ തടയും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഫാസിസം എന്നുള്ളത്. അതാണിപ്പം DYFI നമുക്ക് മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.